നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പുഴുക്കാണ്. തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുഴുക്കാണ്. ഈ ഡിസംബർ 30-നാണ് തിരുവാതിര വരുന്നത്. ഈ മുമ്പൊക്കെ വലിയ ആഘോഷമായിരുന്നു വള്ളുവനാട്ടിലെ തിരുവാതിര. അപ്പോൾ ഈ തിരുവാതിരയുടെ മെയിൻ കൂവ വരകിയത്, അതുപോലെ ഈ ഉഴുക്ക്, പഴം, പപ്പടം, കായ വറുത്തതൊക്കെയാണ്. സദ്യയൊന്നും അന്ന് ഉണ്ടാവാറില്ല. സ്രാവ് വറക്കും. അതുപോലെ വ്രതമുള്ളവരൊന്നും സ്രാവ് കഴിക്കില്ല, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്രാവ് വറക്കും. അപ്പൊ നമ്മൾ ഈ കൂവ വരകിയതിന്റെ വീഡിയോ മുമ്പിട്ടിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, പോയിട്ട് കണ്ടു നോക്കൂ. പിന്നെ ഈ പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നപ്പോ നമുക്ക് നോക്കാം. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് നേന്ത്രക്കായാണ്. നേന്ത്രക്കായ ഒന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മത്തൻ നല്ല പൊടിയുള്ള പഴുത്ത മത്തൻ ചേർക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കാവുത്താണത്. കാവുത്ത് എന്ന് പറയും, ചിലർ കാച്ചിൽ എന്ന് പറയും. അത് ഒരു കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂർക്ക വേണം. കൂർക്ക 2 എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ ഉണ്ടാവുന്ന ഒരു നാടൻ കിഴങ്ങ്, നാട്ടുകിഴങ്ങ് എന്നൊക്കെ പറയുന്നൊരു കിഴങ്ങാണത്. കുറച്ച് വാടിപ്പോയി, അതാണ് അതിങ്ങനെ ഇരിക്കണത്. ഇത് നാടൻ കിഴങ്ങ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇത് നമുക്ക് ഈ ഒരു സീസണിൽ കടകളിലൊക്കെ കിട്ടും. വീടുകളിലൊക്കെ മുമ്പൊക്കെ കൃഷി ചെയ്തിരുന്നത് തന്നെയാണത്. ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും തൊലി കളയുമ്പോൾ. പക്ഷെ അത് വാടിയത് കൊണ്ട് അങ്ങനെ ഇല്ല. പിന്നെ ഇടിച്ചക്കയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇടിച്ചക്ക. ഇത് ഈ പുഴുക്കുണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളതാണ് ഇടിച്ചക്ക. ഇടിച്ചക്കൊക്കെ ഈ സമയത്ത് ധാരാളം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു കഷ്ണം കപ്പ, ചെറിയൊരു കഷ്ണം കപ്പ ഞാൻ ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേമ്പ് എടുത്തിട്ടുണ്ട്. പാൽച്ചേമ്പാണ്, ഇത് ചൊറിയാത്ത ചേമ്പ്. ഇത് തൊടിയിൽ നിന്ന് പറിച്ചതാണ്. ഒരു വലിയ ചേമ്പാണ്, ഇല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ 2 ചേർത്തോളൂ. ഇനി ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് കൂടാതെ നമുക്കിനി കുറച്ച് വെള്ളപ്പയർ വേണം. വെള്ളപ്പയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണത്. നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ഉണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിടാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇപ്പതാ ഈ പയറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള കിഴങ്ങുകൾ ഇടുകയാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചത്. ഇനി ഇതിലേക്ക് മറ്റുള്ളവയും കൂടി ചേർക്കാം. മത്തനും കായയാണത്. ചിലവർ മത്തനൊന്നും ചേർക്കാറില്ല, പക്ഷെ മത്തനും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയൊരു മധുരമൊക്കെ മത്തന്റെ വരുമല്ലോ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ മത്തനും കായും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചക്കയാണ് ചേർക്കാനുള്ളത്. ഇടിച്ചക്കയും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. ചിലവർ കടല, മുതിര ഇതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി കുറച്ച് പച്ചമുളക് കൂടി ചേർക്കാം. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഇനി ഇതിൽ ഞാൻ വേറെ വെള്ളം ഒഴിക്കുന്നൊന്നുമില്ല, കാരണം പയറ് വേവിച്ച വെള്ളം ഉണ്ട്. കൂടുതൽ വെള്ളമാവാൻ പറ്റില്ല. വെള്ളം പാകം പോലെ കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളം മതി. അധികം വെള്ളമായി കഴിഞ്ഞാൽ പുഴുക്ക് ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽ അരച്ചൊഴിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് നാളികേരം ചിരവിയത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നാളികേരം കാണാം, ഒരു ചെറിയ നാളികേരത്തിന്റെ പകുതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, അരിമുളക്, അതായത് കാന്താരിമുളക്. ഇത്രയും സാധനങ്ങളാണ് അരച്ചൊഴിക്കേണ്ടത്. ഈ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന തിരുവാതിര പുഴുക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയും നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. തിരുവാതിര വ്രതം എടുക്കുന്നവര് ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാറില്ല. അപ്പൊ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല മിനുസായിട്ട് അരയരുത്, ചെറുതായിട്ട് അരഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മൾ നേരത്തെ പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് അരിമുളകേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഒരു വിസിലിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫാക്കി വെച്ചിരുന്നു. ഇപ്പൊ തണുത്തിട്ടുണ്ട്. അപ്പൊ തുറന്ന് നോക്കുകയാണ്.
കഷ്ണങ്ങളൊക്കെ വെന്തണോ എന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുന്നേ ഉള്ളൂ. ചിലർ നന്നായിട്ട് ഉടച്ചു കൊടുക്കാറുണ്ട്. ഒട്ടും കഷ്ണങ്ങളില്ലാത്ത വിധത്തിൽ എല്ലാ കഷ്ണവും കൂടി നന്നായിട്ട് ഉടയ്ക്കാറുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കുന്നതിനോട് ഇഷ്ടമില്ല. കുറച്ചൊക്കെ കഷ്ണങ്ങൾ അങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ട് കഷ്ണങ്ങൾ നുറുക്കിയത് തന്നെ. ഇനി സ്റ്റൗവ് വീണ്ടും കത്തിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരപ്പൊഴിക്കാം. തേങ്ങ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില താഴ്ത്താം. കരിവേപ്പില ഇട്ടിട്ട് കരിവേപ്പില നന്നായിട്ട് താഴ്ത്തി കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മേലെ ഒഴിക്കണം. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫാക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നാലേ നല്ല സ്മെല്ല് കിട്ടുള്ളൂ. പച്ച വെളിച്ചെണ്ണയാണ്. ഇനി സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുകയും കൂടി ചെയ്യണം.